ഞങ്ങൾ ഇന്ന് താമസിക്കുന്ന റിസോർട്ട് പരുന്തമ്പാറ ഉള്ളിലൊരു ഭാഗത്തായിട്ടാണ്. ഇതൊരു വളരെ മനോഹരമായ ഒരു നിർമ്മിതിയാണ്. ഇരുമ്പിൽ തീർത്ത ഒരു റിസോർട്ടാണ്. ഞങ്ങൾ എൻ്റെ കൂടെ പഠിച്ച രണ്ട് കൂട്ടുകാരാണ്. എൻ്റെ കൂടെ 1ാം ക്ലാസ്സിൽ പഠിച്ചതാണ്. ഇത് ഇവിടെ 2ാം ക്ലാസ് എൻ്റെ കൂടെ പഠിച്ചു. 20 ഇത് എൻ്റെ അമ്മൂമ്മ ലത. ഞങ്ങൾ വാ ഇവിടെ ബാബാ ആദ്യം നമ്മുടെ റിസോർട്ട് കാണിക്കാം. വളരെ പ്രകൃതി രമണീയമായ സ്ഥലം. നല്ല തണുത്ത കാറ്റൊക്കെ വീശുന്നുണ്ട്. അതെ, ഈ റിസോർട്ടിൻ്റെ പേര് മിസ്റ്റ് ഇൻ വാലി കോട്ടേജ് എന്നാണ്. പരുന്തുംപാറ വ്യൂ പോയിന്റിലേക്ക് പോകുന്ന വഴി ഒരു മലബാർ ഹോട്ടലുണ്ട്. അവിടെ നിന്നും ഇടത്തോട്ട് കുറച്ച് ഓഫ് റോഡ് വഴിയിലൂടെ 500 മീറ്റർ പോകുമ്പോഴാണ് ഈ റിസോർട്ട്. ഓഫ് റോഡ് എന്ന് പറയുമ്പോൾ ഭയക്കണ്ട. ഞങ്ങൾ പോയത് ഞങ്ങളുടെ i10 കാറിലാണ്. അത് കയറിപ്പോകും. ഒരു മലയുടെ അടിവാരത്തിലാണ് ഈ റിസോർട്ട് സ്ഥിതി ചെയ്യുന്നത്. വളരെ പ്രകൃതി രമണീയമായ സ്ഥലം, ഭൂപ്രകൃതിയാൽ അനുഗ്രഹീതമായ സ്ഥലം. അവിടെ ഇരുന്ന് നല്ല ദൃശ്യങ്ങളൊക്കെ കണ്ടിരിക്കാൻ വൈകുന്നേരമൊക്കെ വളരെ രസകരമാണ്. അവിടെ നിന്ന് മലകയറ്റത്തിനും പോകാം. ഞാൻ മലകയറാൻ പോയി, അതിൻ്റെ വീഡിയോ നിങ്ങൾക്കിടാം. ഇതിപ്പോൾ ഈ റിസോർട്ടിൻ്റെ അടുത്തുള്ള പൂളും ഒക്കെ ആയിട്ടുള്ള ദൃശ്യങ്ങളാണ്. അടുത്ത ദിവസം രാവിലെ ഞാൻ മല കയറാൻ പോയിരുന്നു. ഇവിടെ നമുക്ക് ഇവിടെ നിന്ന് നല്ല വ്യൂ ആണ്. കണ്ടോ, നമ്മളെ പുറത്ത് നിൽക്കുന്ന പോലെ തന്നെ. അവിടെ കണ്ടോ. എന്നിട്ട് ഇങ്ങോട്ട് വരിക. ഫ്രിഡ്ജൊക്കെ ഉണ്ട്, വെള്ളമുണ്ട്, ടി വി ഉണ്ട്, കക്കൂസുണ്ട്, ഇഷ്ടം പോലെ ഇവിടുന്ന് ഇവിടെ എല്ലാം തേയിലത്തോട്ടമാണ്. തേയിലത്തോട്ടം ഇനി അടുക്കളയുണ്ട്. വന്നാട്ടെ. അയ്യോ, ഒരു പട്ടി മഞ്ചിട്ടപ്പാ, ഒരു പട്ടി. വൈകുന്നേരമൊക്കെ ഇവിടെ ഇരിക്കാം. അടുക്കള ഇതിനകത്താണ് ഒരു മിനി അടുക്കള വരും. ഇവിടെ ആണെങ്കിൽ നമുക്ക് സ്വന്തമായിട്ട് സാധനം കൊണ്ടുവന്ന് പാചകം ചെയ്യാം. ഇവിടെ എല്ലാം ഉണ്ട്. ഗ്യാസൊക്കെ ഉണ്ട്. ഗ്യാസൊക്കെ ഉണ്ടല്ലേ. പാത്രങ്ങള്, അത്യാവശ്യം തേയില, പഞ്ചസാര, എല്ലാം ഇതാ സാധനമുണ്ട്. ഒരു 5-6 പേര് വന്ന ഇവിടെയൊക്കെ കൂടാ. പിന്നെ ഒരു സാധനം കാണിച്ചില്ല, അപ്പർ ഡെക്ക് ഉണ്ട്. അത് കാണിക്കാം. പിന്നെ അപ്പർ ഡെക്ക് പിന്നെ കാണിക്കാം. പിന്നെ വേറെ നമുക്ക് സ്വിമ്മിംഗ് പൂൾ ഉണ്ട് ഇവിടെ ഗൈസ്. എന്റെ സ്വിമ്മിംഗ് പൂൾ വെച്ച് നിങ്ങൾ ഇത് ചെയ്തു. അതെ, താരതമ്യം ചെയ്തു. അത് നാച്ചുറൽ. ഈ വല എവിടെ നിന്ന് വാങ്ങിച്ചു? ഞാൻ അവിടെ മാറ്റി ഇത്ര ചെറുതായിരുന്നു. ഇതെന്താ പറയാ? 156 അങ്ങനെ എന്തോ. 156 ആമസോണിൽ ഇത്രയും സാധനം. ഇത്ര സാധനം അല്ലേ? ഞാൻ ഈ ഒരു നേരത്തെ ഉണ്ടായിരുന്ന
അതാ ആ സാധനം. ഈ സാധനം ഇതുകൊണ്ട് ആമസോണിലുണ്ട്. കണ്ടോ? ഇതാ കണക്ട് ചെയ്യാം. കണക്ട് ചെയ്യാം. ഈ സാധനം പോയാലും നമുക്ക് ഇത് തന്നെയായിട്ട് മേടിക്കാൻ കേട്ടോ? ഇതിനകത്ത് ഇപ്പോൾ എടുത്ത് ചാടണമെങ്കിൽ ചാടാം. ആദ്യം ഈ ക്യാമറയും കൊണ്ട് ചാടാം. നീ ചാടി കാണിക്കും. നീ ചാടി കാണിക്കാം. ഞാൻ പിന്നെ ചാടും. എന്നാലേ ഒരു ചെറിയൊരു പാട്ട് പാടിക്കുക ഇവിടുന്ന്. ചെറിയൊരു വരി ഒരു പാട്ട്. ബാക്കി പാട്ട് ഞാൻ മൈക്രോഫോൺ വെച്ചിട്ട് പാടാം. ഗായ്സ്, നമ്മളിപ്പോൾ കാണാൻ പോകുന്നത് മനുച്ചിറ്റപ്പൻ്റെ ഒരു കലാവിരുതുകളാണ്. ആദ്യമായി വെള്ളച്ചാട്ടം. ഈശ്വര പ്രാർത്ഥന കുമാരി ശ്രീലതയുടെ വക ഒരാള് വെള്ളത്തിലോട്ട് ഇറങ്ങാൻ പോകുന്നു ഗൈസ്. ആ ചാട്ടം ഏത് നിമിഷവും നമുക്ക് പ്രതീക്ഷിക്കാം. ഇപ്പൊ ചാടും. ആ ഗൈസ്, ഏത് സമയം ചാടി. നമുക്കെല്ലാം വെള്ളം തെറിപ്പിച്ചു. നമ്മളെല്ലാം വെള്ളം തെറിപ്പിച്ചു. മനുഷ്യൻ്റെ നീരാട്ട്. വെള്ളം കണ്ടിട്ടില്ലാത്ത പോലെ കിടന്ന് അർമാദിക്കുന്നത് നമുക്ക് കാണാം. തണുപ്പുണ്ടോ? ഇല്ല. അപ്പച്ചി ഇറങ്ങി. മനുഷ്യരപ്പ നിക്കുവാണോ? നിന്നിട്ട് ഇത്രയേ ഉള്ളു. കുഞ്ഞാൻ നീ മുങ്ങോടി. ഞാൻ അതാ പറഞ്ഞു, ഇവിടെ നല്ല ആഴമുണ്ട് അപ്പച്ചി. അവിടെ വലിയ ആഴമില്ല. ഇവിടെ ആഴമില്ല. മുട്ടിന്റെ അത്രേ ഉള്ളൂ. അതെ. ഇങ്ങനെ ഉണ്ടായിരുന്നു വെള്ളച്ചാട്ടം. ഈ വെള്ളം എന്ന് വെച്ച് കഴിഞ്ഞാൽ ആ മലമുകളിൽ നിന്ന് പൈപ്പ് ഇട്ട് കൊണ്ടുവരുന്ന വെള്ളമാണ് എന്നവർ പറഞ്ഞു. നമുക്കറിയില്ല. അതേ ആവാൻ സാധ്യതയുള്ളൂ. പൊതുവെ തണുപ്പൊക്കെ ഉണ്ട് ഗൈസ്. ഒരു ക്ലോറിനൊക്കെ ഇട്ട് ചെയ്യുന്നതാണ്. കൂടുതലൊന്നും പ്രതീക്ഷിക്കരുത്. ഞാൻ എൻ്റെ വീട്ടിലെ നാച്ചുറൽ ഇതുപോലെ പ്രതീക്ഷിക്കരുത്. അതില്ല. ഇത് നല്ല തെളിഞ്ഞ വെള്ളമാണെങ്കിലും അതെ, അതാണ് ബെസ്റ്റ്. ഇനിയും ഞങ്ങളുടെ ശ്രീകുട്ടിയുടെ കുഞ്ഞാവയുടെയും പാട്ട്. പാട്ട് അപ്പച്ചി ഇതാണ് കുഞ്ഞാവ. ഇവിടെ കുഞ്ഞാവ എന്ന് വിളിക്കുന്നെങ്കിൽ ഇവിടെ ഒരു മുതുക്കിയായി. കുഞ്ഞാവെന്ന് വിളിക്കുന്നെങ്കിൽ ഇവിടെ ഒരു മുതുക്കി. അടുത്ത വർഷം ഇവിടെ കെട്ടിക്കാൻ പോവുക. അതെ, ഇവിടെ കെട്ടിച്ച് ആലോചനകൾ ക്ഷണിക്കുന്നു. ചെറുക്കന്മാരിൽ നിന്ന് ആലോചന ക്ഷണിക്കുന്നുണ്ട്. 10, 40, 45 വയസ്സുള്ള 10ാം ക്ലാസ് പാസ്സായവർക്ക് മുൻഗണന. 45 വയസ്സുള്ള ഇവർക്ക് മുൻഗണന. ഇവർക്ക് 19 വയസ്സ്. എത്ര വയസ്സ്? 20 വയസ്സ്. അന്നേരം അവിടെ നേരെ ഇറത്തിയെങ്കിലും പ്രായം വേണം. ഒരു 40, 45. അതെ, എങ്കിലും അവള് പറയുന്നത് അങ്ങനെ. അതെ. അവളും അവിടെ അച്ഛനും അവിടെ അമ്മയായിട്ട് അത്രയും വ്യത്യാസമുണ്ട്. ഉണ്ട്. വ്യത്യാസമുള്ളൂ. ഇനിയിപ്പോ അടുത്തൊരു വീഡിയോ എങ്ങനെ അറിയോ? ഞാൻ മലന്ന് വീഴുക കേട്ടോ. ഇങ്ങോട്ട് വാ. ക്യാമറ വരട്ടെ. എന്നാലേ ഫുള്ള് കിട്ടത്തുള്ളൂ. ചാടിക്കോ. അതെ, വേറെ കാര്യമുണ്ട്. അതിന്റെ ഇത് വെച്ചാൽ മതി. അല്ലല്ല, സ്ലോ മോഷൻ വൈഡാ. ഞാൻ കാണിച്ചിട്ടില്ല. ഇങ്ങോട്ട് വരണം. ഞാൻ വീഴുമ്പോഴത്തേക്ക് എന്നെ കാണാൻ പറഞ്ഞേ. എല്ലാരും ഓ മൈ ഗോഡ് ഗായ്സ് കണ്ടോ? ഇതാണ് മനുഷ്യറ്റപ്പൻ്റെ ഓരോരോ സാഹസങ്ങൾ. ഇതിനപ്പുറം നമ്മൾ കാണാൻ കിടക്കുന്നു അല്ലേ? ഭാര്യ എന്ന നിലയിൽ ഇതൊക്കെ കണ്ടിട്ട് എന്ത് തോന്നുന്നു? കണ്ട് മടുത്തു. വർഷങ്ങളായി. നീ അപ്പച്ചി ഇറങ്ങും. ഇനി എങ്ങും പോകുന്നില്ല, സമയമില്ല.
ഇവിടെ നമ്മുടെ തണുക്കുന്നു. മാറിയിട്ട് പിന്നെ വേറെ ഇല്ലല്ലോ ഇവിടെ. ഉച്ചയ്ക്കില്ലേ? ആ അത് മതി. രാത്രി രാവിലെ ഇതങ്ങ് ഉണങ്ങുമല്ലോ. അല്ല വേറെ ഒരു ജോലി ഉണ്ട് നാളത്തേക്ക്. ഇത് മതി. റെക്കോർഡിംഗ് ആണോ? ആ ഇനി നിന്റെ ഒരു പാട്ടില്ല. ഇന്ന് അവധി ദിവസം ഞാനും ഭാര്യയും ഞങ്ങളുടെ 2 പെൺപിള്ളേരും കൂടെ ഞങ്ങളിവിടെ കറങ്ങാൻ വന്ന അവളുമാർ കുളത്തിൽ കുളിക്കാനുള്ള ഡ്രസ്സൊക്കെ ഇടാൻ പോയാൽ ഞങ്ങളിപ്പം കുളത്തിൽ ചാടും. കുളം സ്വിമ്മിങ് പൂൾ ചാടും. നോക്ക് എന്ത് രസം നോക്ക്. ഇവിടൊക്കെ വന്ന് ഇങ്ങനെ അർമാദിച്ചില്ലെങ്കിൽ ഈ ജീവിതം എന്തിനിടൂ? എന്തിനു ജീവിക്കുന്നു? നിങ്ങൾ ഇഷ്ടംപോലെ പൈസ ഉണ്ടാക്കുന്നുണ്ട്, ഡെപ്പോസിറ്റ് ഉണ്ട്, കൂട്ടി വെക്കുന്നുണ്ട്. ഞങ്ങളുടെ വക്കീലന്മാരൊക്കെ കേസ് ഇപ്പം ഓരോരുത്തം പഠിക്കുക, കേസ് പഠിച്ചുകൊണ്ടിരിക്കുക. കേസ് പഠിക്കുന്ന വക്കീലന്മാരൊക്കെ ഇഷ്ടംപോലെ ഉണ്ട്. അമ്മമാരെല്ലാം കേസ് പഠിക്കട്ടെ. ഞാനും അത്യാവശ്യം കേസൊക്കെ പഠിക്കും. എന്നാൽ കേസ് പഠിക്കാനായി മാത്രം ജീവിതം ഒഴിഞ്ഞു വെക്കത്തില്ല. കേട്ടോ? സ്ലോ. പുള്ളിമാർ പാട്ട് പാടാൻ നിൽക്കുകയാണ്. പല ഉടായ്പകളും ഇവളുമാർ പറയുന്നുണ്ട്. പാട്ട് പാടിയിട്ടേ ഇവളുമാരെ കുളത്തിൽ ചാടിക്കും. മന്ദാരച്ചെപ്പുണ്ടോ മാണിക്കല്ലുണ്ടോ കയ്യിൽ വാർമതിയേ, പൊന്നും തേനും വയമ്പുമുണ്ടോ വാനം പാടിതൻ തൂവലുണ്ടോ, ഉള്ളിൽ ആമോദത്തിരകൾ ഉയരുമ്പോൾ മൗനം പാടുന്നു, ഉള്ളിൽ ആമോദത്തിരകൾ ഉയരുമ്പോൾ മൗനം പാടുന്നു. പച്ചക്കറിക്കായത്തട്ടിൽ ഒരു മുത്തശ്ശി പൊട്ടറ്റോ ചൊല്ലി, കുഞ്ഞോളെ കുമ്പാളി മാമുണ്ടു ചാഞ്ചാട്, വെള്ളരി പിഞ്ചു പോലും ചുമ്മാ കള്ളക്കണ്ണീരൊഴുക്കി, തക്കാളി പപ്പാളി അച്ചിങ്ങ പിച്ച നടന്നു കുഞ്ഞോളെ കുമ്പാളി മാമുണ്ടു ചാഞ്ചാട്. അല്ലിമലർക്കാവിൽ പൂരം കാണാൻ അന്നു നമ്മൾ പോയി രാവിൽ നിലാവിൽ, ദൂരെയൊരാൾ മരച്ചോട്ടിലിരുന്നും മാരിവിൽ ഗോപുരമാളിക തീർത്തു, അതിൽ നാം ഒന്നായാടിപ്പാടി. അല്ലിമലർക്കാവിൽ പൂരം കാണാൻ അന്നു നമ്മൾ പോയി രാവിൽ നിലാവിൽ. മോഹം കൊണ്ടു ഞാൻ ദൂരയേതോ ഈണം പൂത്തനാൾ മധു തേടിപ്പോയി, ദൂരെ നീളെ തളിരാർന്ന പൂവനങ്ങൾ. മോഹം കൊണ്ടു ഞാൻ ദൂരയേതോ ഈണം പൂത്തനാൾ മധു തേടിപ്പോയി. ഇവര് ആദ്യം പിന്നെ ശ്രീകുട്ടി ഒന്ന് ഇറങ്ങി അവിടെ നിൽക്കാം.
സൈഡിൽ പിടിച്ചോണ്ട് പോയാൽ മതിയേ. എവിടെ പോണെ? അങ്ങോട്ട് പോകുന്നു. അങ്ങോട്ടാണ് നല്ല ആഴം അവിടെ. ഇത് മതി. ഇവിടെ നല്ല അവിടെ നല്ല അങ്ങ് വരെ ഇത് ശ്രീകുട്ടി ഇറങ്ങടി. നിനക്കൊരു കുഴപ്പമില്ല. 6 അടി കളറുള്ള നിനക്കെന്നാ കുന്തം? അവളെ മുക്കിക്കൊല്ലാനാ. ഒരു കുഴപ്പമില്ല, ഇറങ്ങി. നീ അങ്ങോട്ട് ഇറങ്ങി. ഇല്ല, ഇറങ്ങിക്കോ. ഞാനുണ്ട് ഇവിടെ. ഇറങ്ങ. ബാ. ഇവര് ശരിയായിട്ട് സ്വിമ്മിംഗ് പൂളിൽ കുളിക്കാനുള്ള അർഹതയുള്ള സ്ത്രീകളല്ല. ഇവര് വീഗാലാൻഡ് എന്തുവാ നിങ്ങളുടെ അച്ഛൻ്റെ വകയാന്ന്. വീഗാലാൻഡ് അല്ല, വീഗാലാൻഡ് ഇപ്പോൾ അതിന് വീഗാലാൻഡിൽ പോലും ഇറങ്ങാന്ന് വെച്ചാൽ നിങ്ങളുടെ അച്ഛൻ അവിടെ പാർട്ട്ണർഷിപ്പ് വല്ലതും ഉണ്ടോ? മോഡറേറ്റ് തണുപ്പൊന്നും ഞാൻ പറഞ്ഞില്ല. അത് എൻ്റെ രീതിയിലാ. നല്ല തണുപ്പടി. എനിക്ക് അരിച്ചതായിട്ട് വെള്ളത്തിൽ നിൽക്കുന്നു. ഇങ്ങോട്ട് വാ. ചാറി ആഴമൊന്നുമില്ല. അതാണ്ട് ഇത്രയേ ഉള്ളൂ. നിന്റെയോ തല എന്താ മുങ്ങിയായിരുന്നു കുഴപ്പം? നീ തല കുളിക്കത്തില്ലല്ലയോ? മനസ്സിലായി. ഇപ്പൊ മനസ്സിലായി. ഇത് 5 അടി. നീ അവിടെ നിനക്ക് 5.5 അടി ഇല്ലേ? അടി ഹലോ ഗൈസ്, ഞാൻ ഇവരെ ഇറക്കി ഞാൻ പോവാ. കൊച്ചു കുഞ്ഞാണ്. ഇല്ല കുഞ്ഞാണോ? എന്നേക്കാൾ ഹൈറ്റ് ഉണ്ട് ഇവക്ക്. 6 അടി കളറും അതിന്റെ എന്നേക്കാൾ ഹൈറ്റുള്ള എത്തുന്നില്ലെന്ന്. നിന്റെ അത്രയല്ലേ ഉള്ളു ഞാന്. ട്രസ്റ്റ് ചെയ്യൂ, ഇറങ്ങൂ. ഞാൻ പിന്നെ എല്ലാം വലിയ കക്ഷികളാ. ഇവിടെ ഇത്രേ ഉള്ളൂ. എന്റെ ഇത്രേ ഉണ്ട്. ഞാൻ മുച്ചാൻ കടന്നു. നീ എന്റെ അടുത്ത കാണാൻ നിന്നാലുണ്ടല്ലോ നിനക്ക് അപ്പ അടിയാ. നിന്നെ ഞാൻ പിടിക്കുന്നേ. നീ ഇല്ലാതെ വിട്ടെ. നിന്റെ മുട്ടില്ല. ഞാൻ പിടിച്ചോ. ഞാൻ പിടിക്കാം. ഞാൻ വിടത്തില്ല. നീ അവിടേക്ക്. ഇല്ല ഇവിടെ പറയാ മതി. അല്ലല്ല ആണാണ് ഇവിടെ മാക്സിമം അവിടെ സ്ലോപ്പാ ഇടയ്ക്ക്. ഇല്ല അവിടെ ഇറങ്ങുന്ന സ്ലോപ്പാ. എന്തോ ഒന്ന് പറഞ്ഞ വിശ്വസിക്കത്തെ ഇതാണ് ഏറ്റവും കൂടുതൽ. ഇങ്ങോട്ട് ഇവിടെ മുങ്ങത്തില്ല. ഞാൻ മനുഷ്യപ്പനിട്ടാ ഞാൻ മുങ്ങും. 6 കളറുള്ള മുഖത്ത് പറയുന്നത്. പോലെ പ്ലീസ്.
ആ അത് പിടിച്ച് നടക്കുക ശരിയാ. അതെ അക്കത്തും പിടിച്ച അവിടുന്ന് ഇറങ്ങിയാ പറ്റത്തില്ല, നിങ്ങളും പെട്ടെന്ന് മുങ്ങി നിന്നെ ഞാൻ എപ്പോഴും എന്റെ കയ്യിലുണ്ട്. ഹോസ്പിറ്റല് പോലെ ഇല്ല ഇവിടെങ്ങും. അപ്പച്ചി ചാവുന്നെങ്കിൽ ചാവട്ടെ അപ്പച്ചി. ഹായ്. പേടിയോ? ഇത് ഞാൻ ഇവിടെ നിൽക്കുന്നേ. അതാ ഏറ്റവും വലിയ പേടി. 30 വർഷമായിട്ടുള്ള പേടിയാ. ഞാനങ്ങനെ ഈ ഇതും കൊണ്ട് ഇറങ്ങണോ വെള്ളത്തിൽ? അയ്യോ ഇങ്ങ വന്നേ, ഒരാളിങ്ങ വാ. അതുവരെ ഞാനിത് പിടിക്കണോ? ഹലോ ഗൈസ്, ഹലോ ഗൈസ്. നല്ല തണുപ്പത്ത് സ്വിമ്മിംഗ് പൂളിൽ കുളിക്കാന്ന് വെച്ചാൽ നല്ല രസമാണ്. ഒരു മുക്കി നല്ല സന്ധ്യ. എന്താ ബിസ്റ്റോ? ഒരു മിനിറ്റായി. ഒന്നര മിനിറ്റ്. രണ്ട് മിനിറ്റ്. ഇവിടെ
സൂം ചെയ്തൊക്കെ എടുക്കണേ. ചത്ത ശവം പോലെ വെള്ളത്തിൽ മുങ്ങിക്കിടക്കുന്ന അഭ്യാസമാണ് ഈ കാണിക്കുന്നത്. ആർക്ക് വേണമെങ്കിലും കിടക്കാം. ഒരു 3 മിനിറ്റായി. കറക്റ്റ്. എടാ കുന്തിരിപ്പൊന്നറിയാം. ഇത് അഹങ്കാരം എന്ന് പറയും. അതെ. ഒരു ഭാഗമുള്ളൂ. നിർത്തട്ടെ. നല്ല സുന്ദരമായ സായാഹ്നം, നല്ല തണുപ്പ്, കീട വിറയ്ക്കുന്നു. ഈ സ്വിമ്മിംഗ് പൂളിനകത്തോട്ട് ഇറങ്ങി കയറി കഴിഞ്ഞാൽ തണുക്കുവാ, കിടുങ്ങും. ഇതിനകത്ത് പകലത്തെ ചൂട് ഇതിനകത്ത് നിൽക്കും. അതുകൊണ്ട് ഇതിനകത്ത് ചാടിയ ഇച്ചിരി ചൂടുണ്ട്. നിങ്ങൾ നോക്കുക, എന്ത് രസമാണെന്ന് നോക്കിയേ. പരുന്തുംപാറ മലയുടെ ഒരു ഭാഗമാണ്. എന്ത് രസമാണെന്ന് നോക്കിയേ. സായാഹ്നം അടിപൊളി. ഇതൊക്കെ ആസ്വദിക്കാതെ പോയാൽ നമ്മുടെ നരജന്മം പാഴ്ജന്മം. കണ്ടോ, ഇതൊക്കെ കാണാൻ കഴിയുന്നതും ആസ്വദിക്കാൻ കഴിയുന്നതും ജഗദീശ്വരൻ എന്നെ അനുഗ്രഹിച്ചതിന് നന്ദി. കേട്ടോ, തേയില കൊളുന്തെന്നുള്ളുന്ന തരുണീമണിമാർ രാവിലെ വരുമ്പോൾ അവരുടെ ചന്തിക്ക് 2 തട്ട് ഞാൻ തട്ടും. കൊളുന്ത് തുള്ളുന്ന കരുണീമണിമാർ രാവിലെ വരുമ്പോൾ അവർ ചന്തിക്ക് 2 തട്ട് ഞാൻ തട്ടും. അപ്പോൾ എൻ്റെ ഭാര്യ എന്നെ തട്ടും. കണ്ടോ, വേണ്ട 2 കൊച്ചു കൈവിട മക്കളെ ഞാൻ കാശ് മുടക്കി കൊണ്ടുവന്നേക്കുവാ. ഇവിടെ 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 ആങ്ങളമാരുടെ മക്കളാണ്. 2 ആങ്ങള. അതെ, പാട്ടുകാരികളാ. അവള് പാട്ട് പാടത്തില്ല. വേറെ പാട്ടുകാരിക്കുണ്ട്, അവൾ ഇവിടെ ഇല്ല. അവരൊക്കെ എല്ലാവർക്കും അറിയാം, എല്ലാരെയും അറിയാം. പക്ഷെ ഇവളുമാർക്കൊരു നന്ദി സ്നേഹം ഇല്ലാത്ത ഇവളുമാരാ. ഇവളുമാര് ഒരു നന്ദി സ്നേഹം. ഞാൻ കാച്ചി മുടക്കി ഇവിടെ കൊണ്ടുവന്നിട്ട് എന്നോട് സ്നേഹമില്ല. ആരാ? സുന്ദരം, സുരഭിലം, സുശാന്തം, കാവ്യാത്മകം.